നമസ്കാരം, ന്യൂ ബിഗിനിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് CP അച്യുതമേനോൻ്റെ മാർത്താണ്ഡവർമ്മ നോവലിനെ പറ്റിയുള്ള നിരൂപണമാണ്. CP അച്യുതമേനോൻ 1863 തൃശ്ശൂരിലാണ് ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ വടക്കേക്കുറുപ്പത്ത് കുഞ്ഞൻ മേനോൻ, അമ്മ ചങ്ങരംപൊന്നത്ത് പാർവതി അമ്മ. അദ്ദേഹത്തിന് കുട്ടിക്കാലത്ത് തന്നെ സംസ്കൃത വിദ്യാഭ്യാസം ലഭിച്ചിട്ടുണ്ട്. അധ്യാപകനായി സേവനമനുഷ്ഠിച്ചിരുന്നു. 1889 വിദ്യാവിനോദിനിയിൽ പത്രാധിപരായി. ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. ആധുനിക മലയാള വിമർശനത്തിന് മാർഗദർശനം നൽകിയ വ്യക്തിയാണ് CP അച്യുതമേനോൻ. അദ്ദേഹം പുതിയൊരു നവീന വീക്ഷണം തന്നെ മലയാള സാഹിത്യ വിമർശന ലോകത്തിന് സംഭാവന ചെയ്തു. നിരൂപകൻ എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ വളരെ മഹത്തരങ്ങളാണ്. അങ്ങനെ 1937 ജൂലൈ 3 അദ്ദേഹം നമ്മോട് വിട പറഞ്ഞു. ഇനി നമുക്ക് മാർത്താണ്ഡവർമ്മ നിരൂപണത്തിലേക്ക് കടക്കാം. CV രാമൻപിള്ളയാണ് മാർത്താണ്ഡവർമ്മ എന്ന നോവൽ രചിച്ചത്. അദ്ദേഹത്തിൻ്റെ രചനകൾ തിരുവിതാംകൂറിലെ രാജഭരണകാലത്ത് നടത്തിയ രചനയാണ്. തിരുവിതാംകൂറിൻ്റെ ഭൂതകാല ചരിത്രമാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട രചനകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. തിരുവിതാംകൂറിൻ്റെ ഭരണകാലത്ത്, തിരുവിതാംകൂറിൻ്റെ പഴയ കാലം, ആ പഴയ കാലത്തെ പറ്റിയുള്ള കഥകളാണ് അദ്ദേഹത്തിൻ്റെ രചനകളിൽ പ്രധാനമായിട്ട് നിറഞ്ഞു നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നോവലായിട്ടുള്ള മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്ന നോവലിൽ അന്ന് തിരുവിതാംകൂർ രാജ്യം ഭരിച്ചിരുന്ന മാർത്താണ്ഡവർമ്മ മഹാരാജാവും തമ്പിമാരുമായിട്ട് നടന്നിട്ടുള്ള രാജാവകാശത്തിന് വേണ്ടിയുള്ള തർക്കങ്ങളും അതേപോലെ തന്നെ ലഹളകളും ഇതൊക്കെയാണ് നിറഞ്ഞു നിന്നിരുന്നത്. രാജ്യാവകാശത്തിന് വേണ്ടി അവർ നടത്തിയ തർക്കങ്ങൾ, ലഹളകൾ, ഇതായിരുന്നു മാർത്താണ്ഡവർമ്മ എന്ന നോവലിൻ്റെ ഒരു പശ്ചാത്തലം. രാജ്യഭരണം അത് നേടിയെടുക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ, അങ്ങനെയുള്ള അധികാരത്തിന് വേണ്ടിയുള്ള മോഹത്തെ പറ്റിയുള്ള ഒരു കഥയായിരുന്നു മാർത്താണ്ഡവർമ്മ എന്ന നോവലിൻ്റെ പ്രധാന പ്രതിപാദ്യ വിഷയമായിട്ടുണ്ടായിരുന്നത്. ഒരു വലിയൊരു നീണ്ട നോവലാണ്, ഒരുപാട് വലിയൊരു നോവലാണ് മാർത്താണ്ഡവർമ്മ എന്ന നോവൽ. മാർത്താണ്ഡവർമ്മ എന്ന നോവൽ CV വിദ്യാവിനോദിനിക്ക് അയച്ചു കൊടുത്തു. പക്ഷേ അതിൻ്റെ അഭിപ്രായം പറയാൻ കുറച്ച് വൈകി. അപ്പോൾ അതിലുള്ള ക്ഷമാപണം കൂടി പറഞ്ഞിട്ടാണ് AR ലേഖനം തുടങ്ങുന്നത്. അഭിപ്രായം പറയാൻ കുറച്ച് വൈകിയതിലുള്ള ക്ഷമാപണം കൂടി പറഞ്ഞിട്ടാണ് ലേഖനം അച്യുതമേനോൻ ആരംഭിക്കുന്നത്. അദ്ദേഹം തുടക്കത്തിൽ തന്നെ പറയുന്നു, വായനയോടുള്ള താല്പര്യമുണ്ടായാൽ മാത്രമേ ജനങ്ങൾ അറിവുള്ളവരാവൂ, അവർ പരിഷ്കാരികളായി മാറൂ. പരിഷ്കാരമുള്ളവരായിട്ട് ജനങ്ങൾ മാറണമെങ്കിൽ, അവർക്ക് അറിവുണ്ടാവണമെങ്കിൽ വായന വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ കുഞ്ഞുണ്ണി ഭാഷ പറഞ്ഞിട്ടുണ്ടല്ലോ, വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ അത്യാവശ്യമുള്ള കാര്യമാണ് വായന എന്ന് പറയുന്നു. ഇംഗ്ലീഷ് നോവലിനെ പറ്റി അദ്ദേഹം പിന്നെ സംസാരിക്കുകയാണ്. ഇംഗ്ലീഷ് നോവലിനെ അദ്ദേഹം 2 തരമായിട്ട് തിരിക്കാം എന്ന് പറയുന്നു. ഒന്ന്, കൃത്രിമ കഥ. കൃത്രിമമായിട്ട് ഒരാൾ എഴുതിയുണ്ടാക്കുന്ന, ഒരാളുടെ ഭാവനയിൽ മാത്രം ഉണ്ടാകുന്ന കഥയാണ് കൃത്രിമ കഥ എന്ന് പറയുന്നത്. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ എഴുത്തുകാരൻ അദ്ദേഹത്തിൻ്റെ ഭാവന ശക്തി കൊണ്ട്, സങ്കല്പ ശക്തി കൊണ്ട് എഴുതി ഉണ്ടാക്കുന്ന കഥയാണ് കൃത്രിമ കഥ എന്ന് പറയുന്നത്. പക്ഷേ രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് നടന്ന സംഭവത്തെ ആസ്പദമാക്കിയുള്ള കൃത്രിമ കഥയാണ്. ശരിക്കും നടന്ന ഒരു കാര്യമായിരിക്കും, അതിൽ കുറച്ച് ഭാവനയും കാര്യങ്ങളൊക്കെ ചേർത്ത് കുറച്ച് കൃത്രിമമായിട്ടൊക്കെ എഴുതുന്ന കഥയാണ്. ആദ്യത്തെ വിഭാഗം എന്ന് പറയുന്നത് വെറും സാധാ കൃത്രിമ കഥ, കൃത്രിമമായിട്ട് നടക്കാത്ത സംഭവത്തെ പറ്റി പറയുന്ന ഒരു കഥ. പക്ഷേ രണ്ടാമത്തെ വിഭാഗമാണ് നടന്ന സംഭവത്തെ കുറച്ച് ഭാവനയും കാര്യങ്ങളൊക്കെ കൂടി ചേർത്ത് എഴുതുന്ന കൃത്രിമ കഥ. അപ്പോൾ ഈ രണ്ടാമത്തെ വിഭാഗത്തിലാണ് മാർത്താണ്ഡവർമ്മ എന്ന നോവൽ പെടുന്നത് എന്നാണ് ലേഖകൻ പറയുന്നത്. നടന്ന സംഭവത്തെ ആസ്പദമാക്കിയുള്ള കൃത്രിമ കഥയാണ് നോവലെന്ന് അദ്ദേഹം പറയുന്നു. കൊല്ലവർഷം 904 മുതൽ 933 വരെ തിരുവിതാംകൂർ രാജ്യം ഭരിച്ചിരുന്ന നല്ല അഭിമാനിയായിരുന്ന മാർത്താണ്ഡവർമ്മ മഹാരാജാവിനെ പറ്റിയാണ് നോവലിൻ്റെ കഥ. അങ്ങനെ രാജ്യം ഭരിക്കുന്ന സമയത്ത് നടന്ന ചില സംഭവങ്ങളാണ് നോവലിൻ്റെ അടിസ്ഥാനമായിട്ടുള്ളത്. അപ്പോൾ നടക്കുന്ന അധികാര തർക്കങ്ങളും, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ലഹളകളും പ്രശ്നങ്ങളും, ഒടുവിൽ ഇതിനെയെല്ലാം തൃണവൽഗണിച്ചുകൊണ്ട് എങ്ങനെയാണ് മാർത്താണ്ഡവർമ്മ രാജാവ് വിജയിക്കുന്നത്, എങ്ങനെയാണ് ശത്രുക്കളെ അടിച്ചമർത്തുന്നത്, ഉന്മൂലനം ചെയ്യുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ പ്രതിപാദിച്ചുകൊണ്ടുള്ള ഒരു ചരിത്രവും കുറച്ചൊക്കെ സങ്കല്പമൊക്കെ കൂടെ കൂട്ടിക്കലർത്തിയിട്ടുള്ള
ഒരു നോവലാണ് മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്ന CVയുടെ നോവൽ. തുടർന്ന് അദ്ദേഹം നോവലിൻ്റെ ഗുണങ്ങളെപ്പറ്റി വ്യക്തമാക്കുന്നു. നോവലിന് എന്തൊക്കെ ഗുണങ്ങളാണ് അദ്ദേഹം കണ്ടിട്ടുള്ളത്, നമ്മുടെ ലേഖകൻ കണ്ടിട്ടുള്ളത് എന്നതിനെപ്പറ്റി പറയാണ്. വീരരസം, ശൃംഗാരരസം ഇവയൊക്കെ നല്ല രസകരമായിട്ട് കൂട്ടിച്ചേർത്തുകൊണ്ട് വായനക്കാരെ രസിപ്പിക്കുന്ന രീതിയിൽ എഴുതിയിട്ടുണ്ട് എന്നുള്ളത് ഒരു മികച്ച വശമായിട്ട്, ഒരു ഗുണമായിട്ട് അദ്ദേഹം കണ്ടെത്തുന്നു. അതേപോലെ തന്നെ വരാൻ പോകുന്ന സംഭവങ്ങളൊന്നും വായനക്കാർക്ക് മുൻകൂട്ടി മനസ്സിലാവുന്നില്ല. അങ്ങനെ മുൻകൂട്ടി ഇത് കഴിയുമ്പോൾ അത് സംഭവിക്കും എന്നുള്ള രീതിയിലൊന്നും മനസ്സിലാക്കി വെക്കാൻ പറ്റില്ല. ചില കഥകൾ നമ്മൾ വായിക്കുമ്പോൾ തോന്നുമല്ലോ, ഇനിയിപ്പോൾ ഇവർ ഒന്നാവും, ഇവരിപ്പോൾ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും എന്നൊക്കെ നമുക്ക് മനസ്സിലാവുമല്ലോ. പക്ഷെ അങ്ങനെയൊന്നും മനസ്സിലാക്കാൻ വേണ്ടി വായനക്കാർക്ക് മാർത്താണ്ഡവർമ്മ വായിക്കുമ്പോൾ പറ്റുന്നില്ല. അങ്ങനെ മുൻകൂട്ടിയൊന്നും അറിയാൻ പറ്റില്ല. എന്താണ് കഥാകാരൻ ഉദ്ദേശിക്കുന്നത്, എങ്ങോട്ടാണ് കഥയുടെ വഴിത്തിരിവ് പോകുന്നത് എന്നൊന്നും നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല. അതൊരു നോവലിൻ്റെ ഒരു ഗുണമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അത്തരത്തിലാണ് നോവലിൻ്റെ രചനയുള്ളത്. അതേപോലെ തന്നെ നോവലിലെ കഥാപാത്രങ്ങളെയൊന്നും ഒരിക്കലും മറക്കാൻ വേണ്ടി പറ്റില്ല എന്നും കൂടെ ലേഖകൻ പറയുന്നുണ്ട്. നോവലിലെ കഥാപാത്രങ്ങളായിട്ടുള്ള പത്മനാഭൻ തമ്പി, സുന്ദരയ്യ, ശങ്കു ആശാൻ, അപ്പോൾ അങ്ങനെയുള്ളവരൊന്നും, എട്ടുകെട്ടിൽ പിള്ളമാർ, ഇവരെയൊന്നും മറക്കാൻ കഴിയില്ല. ഇവരൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ചില രചനകൾ വായിക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ മനസ്സിലേക്ക് ശരിക്കും ഇവരൊക്കെ ഇന്ദുലേഖയിലെ പഞ്ചവനൻ്റെ കാര്യം പറഞ്ഞ പോലെ ഇവർ നമ്മുടെ മനസ്സിലേക്ക് കയറും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവരെ ഒന്നും പിന്നീട് നമുക്ക് മറക്കാൻ കഴിയുന്നില്ല. അത്രയും ഡെപ്തായിട്ട്, അത്രയും ആഴത്തിൽ ഒരു രചന നടത്തുന്ന ഒരു എഴുത്തുകാരന് മാത്രമേ അത്രയും നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെയുള്ള കഥാപാത്രങ്ങളെ മറക്കാൻ കഴിയാത്ത വിധം ഉറപ്പിച്ച് നിർത്താൻ കഴിയുകയുള്ളൂ. അങ്ങനെ നമുക്ക് മറക്കാൻ കഴിയാത്തതുപോലെയുള്ള തോന്നൽ ആ കഥാപാത്രങ്ങളെ പറ്റി ഉണ്ടാവണമെങ്കിൽ അത്രയും ശരിയായിട്ട്, അല്ലെങ്കിൽ അത്രയും നല്ല മികച്ച രീതിയിൽ ആ കഥാപാത്രങ്ങളുടെ സ്വഭാവം, ആ കഥാപാത്രങ്ങളുടെ പ്രവൃത്തി, ആ കഥാപാത്രങ്ങളുടെ വ്യക്തിത്വം, ആ കഥാപാത്രങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത്, എന്താണ് ജീവിക്കുന്നത്, അപ്പോൾ അവരെ പറ്റിയുള്ള ആ ഒരു വിശദാംശങ്ങൾ വളരെ വ്യക്തമായി നമ്മളിലേക്ക് എത്തിച്ചാൽ മാത്രമേ അങ്ങനെ മറക്കാൻ പറ്റില്ല എന്നുള്ളൊരു ഫീലിംഗ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു വികാരം നമുക്ക് ഉണ്ടാവുകയുള്ളൂ, അത്രയും ഒരു അടുപ്പം തോന്നുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു അഭിപ്രായം ലേഖകൻ മുന്നോട്ട് വയ്ക്കുകയാണ്. മാർത്താണ്ഡവർമ്മയിലെ കഥാപാത്രങ്ങളെ ഒന്നും മറക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഒരു പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ അവർ നമ്മുടെ ഉള്ളിലേക്ക് വരികയാണ്. അത്രമാത്രം നമ്മളിപ്പോൾ അറിയുന്ന ആരെങ്കിലും ആണോ അങ്ങനെ തോന്നുന്നത്രയും നല്ല രീതിയിൽ തന്നെ എഴുതുന്ന രചനകളിൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലൊരു സവിശേഷത കണ്ടെത്താൻ കഴിയുകയുള്ളൂ. അതിലുള്ള കഥാപാത്രങ്ങളെ നമുക്ക് ഇപ്പോൾ ബാല്യകാലസഖിയിലെ നമ്മുടെ മജീദിൻ്റെയും ഉപ്പയുടെയൊക്കെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് അവരെ മറക്കാൻ വേണ്ടി കഴിയുന്നില്ല എന്ന് പറയുന്നത് പോലെ ഉള്ള ഒരു അനുഭൂതി ഇവിടെ ഉണ്ടാകുന്നു എന്നുള്ള കാര്യമാണ് ലേഖകൻ പറയുന്നത്. അത്തരത്തിൽ മനസ്സിലേക്ക് കുടിയേറുകയാണ് മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്ന ഈ നോവലിലെ ഓരോ കഥാപാത്രങ്ങളെയും. അവർക്ക് പിന്നീട് അവരുടെ വ്യക്തിത്വം, അവരുടെ ശൈലി, അവരുടെ സംസാരം, ഇതിലൊക്കെ അത്രയും പ്രത്യേകത ഉള്ളത് കൊണ്ട് തന്നെ, ഒന്ന് മറ്റൊന്നിൽ നിന്നും വേറിട്ട് പ്രത്യേകമായി നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് അങ്ങനെ. ഇപ്പോൾ ഒരു കഥാപാത്രത്തെ പോലെയല്ല മറ്റൊരു കഥാപാത്രം എന്നുള്ള ആ ഒരു പ്രത്യേകത കൊണ്ട് ഓരോ കഥാപാത്രങ്ങളും മാറി നിൽക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കഥാപാത്രങ്ങളെ നമ്മുടെ മനസ്സിലേക്ക് കുടിയിരുത്താൻ കഴിയുന്നു എന്നുള്ളതാണ്. പിന്നീടായിട്ട് അദ്ദേഹം ഒരു കാര്യത്തിൽ അദ്ദേഹത്തിന് തൃപ്തിയില്ല എന്ന ഒരു അഭിപ്രായം ലേഖകൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. യുവരാജാവിനെ വർണ്ണിച്ചതിൽ അത്ര ശരിയായിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ യുവരാജാവ് വളരെ കരുണയുള്ള ആളാണ് എന്നുള്ള രീതിയിൽ, ആർദ്രതയുള്ള, വളരെ ഒരു ആർദ്രമായിട്ടുള്ള അലിയുന്ന മനസ്സുള്ള ഒരാളാണ് രാജാവ് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. പക്ഷേ അത്രയും ഒരു അലിയുള്ള ആളാണെങ്കിൽ, അത്രയും ആർദ്രമായിട്ടുള്ള ആളാണെങ്കിൽ ഈ നോവൽ തന്നെ കാണിക്കുന്നുണ്ട് അവസാന ഭാഗങ്ങളിലൊക്കെ എങ്ങനെയാണ് അദ്ദേഹം അധികാരം പിടിച്ചെടുക്കുന്നത്, എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തികൾ, എന്തൊക്കെ പ്രവർത്തികളാണ് അദ്ദേഹം ചെയ്യുന്നത് എന്നുള്ളത് കാണുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ക്രൂരമായിട്ടുള്ള പ്രവർത്തികൾ ചെയ്യണമെങ്കിൽ അത്രമാത്രം അലിവുള്ള, പെട്ടെന്ന് തന്നെ അലിഞ്ഞു പോകുന്ന ആർദ്രമായിട്ടുള്ള മനസ്സുള്ള ഒരാൾക്ക് എങ്ങനെയാണ് ഇത്രയും പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട്, ഇത്രയും ക്രൂരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് എങ്ങനെയാണ് വിജയിക്കാൻ കഴിയുക? അങ്ങനെ ഒരു വിജയത്തിലേക്ക് മാർത്താണ്ഡവർമ്മ പോകുന്നു എന്നുള്ളത് അവസാനം അദ്ദേഹത്തിൻ്റെ ശത്രുക്കളെയൊക്കെ അടിച്ചമർത്തുന്നതായിട്ട് കാണിക്കുന്ന രംഗങ്ങളിൽ എത്രയും ശക്തനായ കരുത്തുറ്റ ഒരു കഥാപാത്രത്തിൻ്റെ രൂപഭാവങ്ങളിലേക്ക് പോകുന്ന മാർത്താണ്ഡവർമ്മ. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഒരാൾ എങ്ങനെയാണ് അത്രയും അലിവുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള പെട്ടെന്ന് തന്നെ ആർദ്രതമായി പോകുന്ന മനസ്സുള്ള ആൾക്ക് എങ്ങനെയാണ് ഇത്രയും കഠിനമായിട്ടുള്ള പ്രവർത്തികൾ ചെയ്യാൻ കഴിയുന്നത് എന്നുള്ള ഒരു ന്യായമായ ചോദ്യമാണ് ഇവിടെ നമ്മുടെ ലേഖകൻ മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നോവലിസ്റ്റ് ഈ യുവരാജാവിനെ വർണ്ണിച്ചപ്പോൾ കുറച്ച് ആർദ്രത, കരുണ ഇങ്ങനെയൊക്കെയുള്ള ആളാണ് എന്ന രീതിയിൽ പറയുമ്പോൾ അങ്ങനെ അത്രമാത്രം ആർദ്രതയുള്ള ആളാണ് എന്ന് പറയേണ്ടിയിരുന്നില്ല. അത് നോവലിൻ്റെ വീരരസം, ഇപ്പോൾ ഭയങ്കരമായൊരു പവറുള്ള, ഒരു ശക്തിയുള്ള ഒരാളാണ് എന്ന് നമ്മളോട് തോന്നിപ്പിക്കുന്നതിന് പകരം ആ തോന്നിപ്പിക്കലിന് കുറച്ചൊരു മങ്ങലേൽപ്പിച്ചതുപോലെ ഈ വർണ്ണന
സംഭവിച്ചു. അതായത് അങ്ങനെ ആർദ്രമുള്ള ഒരാൾ എങ്ങനെ ഇത്രമാത്രം ക്രൂരമായ പ്രവർത്തികൾ ചെയ്ത് എങ്ങനെ തൻ്റെ അധികാരം പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തും എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളാണ് ഇതിനുള്ള ഒരു കാരണമെന്ന് പറയുന്നത്. അപ്പോൾ ഇത് പറഞ്ഞതിന് ശേഷം അദ്ദേഹം വീണ്ടും ഗുണങ്ങളിലേക്ക് പോവുകയാണ്. വീണ്ടും അദ്ദേഹം ഗുണങ്ങൾ പറയുകയാണ്. കഥാപാത്രങ്ങൾ അവരുടെ സ്വഭാവങ്ങൾക്ക് അനുസരിച്ച രീതിയിൽ പെരുമാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു കഥാപാത്രവും മറ്റൊരു കഥാപാത്രത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, മനുഷ്യന്മാർ ഒരാളെ പോലെയല്ല വേറൊരാളുണ്ടാവുക, വേറൊരാളെ പോലെയല്ല മറ്റേ ആളുണ്ടാവുക എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഇങ്ങനെ മാറ്റം, ഇങ്ങനെ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്കുള്ള മാറ്റം വളരെ വ്യക്തമായിട്ടുള്ള രീതിയിൽ തന്നെ എഴുതാൻ വേണ്ടി നോവലിന് പറ്റിയിട്ടുണ്ട് എന്ന് അദ്ദേഹം കണ്ടെത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ കഥാപാത്രങ്ങളും അവരുടെ സ്വഭാവങ്ങളും അവരുടെ വ്യക്തിത്വവും പ്രത്യേകമായി തന്നെ മാറി നിർത്തിക്കൊണ്ട് നമുക്ക് പറയാവുന്ന രീതി തന്നെ വ്യത്യസ്തമാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. അതേപോലെ തന്നെ മനോവ്യാപാരങ്ങളും ഓരോ ചിന്തകളും കാര്യങ്ങളും കെട്ടിടങ്ങളും അതേപോലെ ഓരോ ശരീരചേഷ്ടകളും അതേപോലെ ഇതൊക്കെ വർണ്ണിക്കുന്ന സമയത്ത് വളരെ മികച്ച ഒരു വർണ്ണനാ പാടവമാണ് നോവലിസ്റ്റ് മുന്നോട്ട് വയ്ക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ അതിലെ കഥാപാത്രങ്ങളെയും കാര്യങ്ങളെയും അതിൽ കാണിക്കുന്ന സംഭവങ്ങളെയും ഒക്കെ നല്ല രീതിയിൽ മികച്ച രീതിയിൽ തന്നെ വർണ്ണിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു വർണ്ണനാ പാടവം കൂടി നോവലിന് ഉണ്ട് എന്ന് അദ്ദേഹം പറയുകയാണ്. കഥാപാത്രങ്ങൾ വളരെ മികച്ച രീതിയിൽ അവരുടെ സ്വഭാവം, വ്യക്തിത്വം ഇതൊക്കെ പ്രത്യേകമായി തന്നെ മാറി നിൽക്കുന്നു. ഒരു കഥാപാത്രം മറ്റൊരു കഥാപാത്രത്തിൽ നിന്നും മാറി നിൽക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു. അതേപോലെ തന്നെ കഥാപാത്രങ്ങളുടെ അതേപോലെ അവിടെയുള്ള കെട്ടിടങ്ങളെ, ശരീരചേഷ്ടകളെ ഇതൊക്കെ വർണ്ണിക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ വർണ്ണിച്ചിട്ടുണ്ട് എന്നാണ് ലേഖകൻ പിന്നീട് പറയുന്നത്. ഇതൊക്കെ പറഞ്ഞതിന് ശേഷം ലേഖകൻ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ടുള്ളൊരു കാര്യമാണ് മലയാളത്തിലെ മികച്ച നോവലുകളായി എണ്ണപ്പെട്ടിട്ടുള്ള ഇന്ദുലേഖയും കുന്തലതയും. ഇന്ദുലേഖയുടെ ആസ്വാദനം നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ട്. വളരെ മികച്ച അഭിപ്രായവും മികച്ച നല്ല രീതിയിലുള്ള വ്യൂവും കിട്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ കാണുക. അപ്പോൾ ലേഖകൻ പറയുന്നത് ഇന്ദുലേഖ, കുന്തലത എന്നിങ്ങനെയുള്ള നോവലുകൾ ഈ നോവലുകളേക്കാൾ കൂടുതൽ മികച്ച രീതിയിലേക്ക് മാർത്താണ്ഡവർമ്മ വളരുന്നുണ്ട് എന്ന് അദ്ദേഹം കണ്ടെത്തുകയാണ്. അങ്ങനെ അതിനേക്കാൾ മികച്ച രീതിയിലേക്ക് മാർത്താണ്ഡവർമ്മ എന്ന നോവലിനെ വളരാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ നോവലിസ്റ്റിൻ്റെ നമ്മുടെ CVയുടെ ആ ഒരു രചനാ പാടവം, വർണ്ണനാ പാടവം, കഥാപാത്രങ്ങളെ ഓരോ കഥാപാത്രങ്ങളെയും വ്യത്യസ്തമായിട്ട് നമുക്ക് മറക്കാനാവാത്ത രീതിയിൽ എഴുതിയിരിക്കുന്നതിലെ ആ ഒരു കഴിവ്, അദ്ദേഹത്തിൻ്റെ നോവലിലെ ആഖ്യാന ശൈലിയുടെ പ്രത്യേകത, അങ്ങനെ ഇവയെല്ലാം കൊണ്ടും മനസ്സിലേക്ക് ആഴത്തിൽ പതിഞ്ഞിറങ്ങുന്ന ഒരു നോവലാണ് മാർത്താണ്ഡവർമ്മ എന്നുള്ള അഭിപ്രായം നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടി ലേഖകന് കഴിയുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഇത്രയും മികച്ച ഒരു നോവലാണ് മാർത്താണ്ഡവർമ്മ എന്നുള്ള കാര്യം അദ്ദേഹം കണ്ടെത്തുന്നു. ഇന്ദുലേഖയെയും കുന്തലേഖയെയും കടത്തി വെച്ചിരിക്കുന്നു. അപ്പോൾ അത്രയും മേന്മയിലേക്ക് ഉയർന്നിരിക്കുന്നു നോവൽ എന്ന് അദ്ദേഹം കണ്ടെത്തുന്നു. അദ്ദേഹം ചെറിയൊരു പോരായ്മയായിട്ട് പറയുന്നത് യുവരാജാവിനെ വർണ്ണിച്ചതിലുള്ള ചെറിയൊരു പോരായ്മ മാത്രമാണ്. അപ്പോൾ അത്രയും ആർദ്രതയുള്ള ആളായി ചിത്രീകരിച്ചത് കൊണ്ട് അതിൻ്റെ ഒരു വീരരസം, ആ ഒരു വീരനാണ് എന്നുള്ള ആ ഒരു ഭാവം കുറച്ച് കുറഞ്ഞു പോയി എന്നുള്ള ഒരു ഇത് മാത്രമാണ് അദ്ദേഹം എടുത്തു പറയുന്ന ഒരു പോരായ്മയായിട്ട് എടുത്തു പറയുന്നത്. ബാക്കിയെല്ലാം വളരെ മികച്ച ഒരു നോവലാണ് മാർത്താണ്ഡവർമ്മ എന്നുള്ള രീതിയിലാണ്. മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്ന നോവലിൻ്റെ സംഗ്രഹം, അതിൻ്റെ ഒരു സംഗ്രഹം നിങ്ങൾക്ക് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നമ്മൾ നോവൽ സാഹിത്യം എന്നൊക്കെ പറയുന്ന ആ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. നിങ്ങളത് കേട്ടിട്ടില്ലെങ്കിൽ കേൾക്കുക. അതെല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിൽ അഭിപ്രായങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ആ വീഡിയോയും. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നമ്മൾ നേരത്തെ പറഞ്ഞ ഇന്ദുലേഖയെ പറ്റിയുള്ള നോവലും ഈ മാർത്താണ്ഡവർമ്മയെ പറ്റിയുള്ള നോവലും നിങ്ങൾ കാണുക. എല്ലാവരുടെ അഭിപ്രായം ഈ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് പറയാം കേട്ടോ. താങ്ക് യു.